Hi friends, Mr. Atanda പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. COVID-19 ഇന്ന് ലോകം മുഴുവൻ പെട്ടെന്ന് പടർന്ന മഹാവ്യാധി. അതുപോലെ തന്നെ പെട്ടെന്ന് പടർന്ന ഒന്നാണ് വ്യാജ വാർത്തകൾ. നമ്മൾ ഭൂരിഭാഗം പേരും ഒരു ഫോർവേഡ് മെസ്സേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അത് സത്യമാണോ വ്യാജമാണോ എന്ന് പരിശോധിക്കാതെ തന്നെ ഫോർവേഡ് ചെയ്യുന്നവരാണ്. ഇപ്പോഴാണെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യാജ വാർത്തകളും വരുന്നുണ്ട്. എന്നാൽ കുറച്ച് പേരെങ്കിലും ഗൂഗിളിലോ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റിലോ കയറി ഇതിന്റെ സത്യാവസ്ഥ പരിശോധിക്കാറുണ്ട്. എന്നാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ വാർത്ത വ്യാജമാണോ സത്യമാണോ എന്ന് പരിശോധിക്കാൻ വാട്സാപ്പിൽ ഒരു സംവിധാനമുണ്ട്. അതാണ് ഇന്റർനെറ്റ് ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്ക്. ഇത് ട്രസ്റ്റഡ് ആണ്, സിമ്പിൾ ആണ്, ഫ്രീ ആണ്. ഈ സംവിധാനം എന്താണെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കമന്റും മാക്സിമം ഷെയറും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്സാപ്പ് വഴി പോയിന്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്റർനാഷണൽ ഫാക്ട് ചെക്കിംഗ് നെറ്റ്വർക്കിന്റെ ചാറ്റ് ബോട്ടാണ് ഒരു നിമിഷം കൊണ്ട് വാർത്ത വ്യാജമാണോ സത്യമാണോ എന്ന് നമ്മുടെ മുന്നിലെത്തിക്കുക. സ്ക്രീനിൽ കാണിക്കുന്ന ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വാട്സാപ്പിൽ ആ കോൺടാക്റ്റിലേക്ക് ഒരു ഹായ് എന്ന് മെസ്സേജ് അയക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി വ്യാജ വാർത്ത തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. കൊറോണ വൈറസ് വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്ന് 1-2 ദിവസമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് ഇത്. ഈ സംവിധാനത്തിലൂടെ നമുക്ക് പരിശോധിക്കാം. വാർത്തയുമായി ബന്ധപ്പെട്ട 2 അതിൽ കൂടുതൽ കീവേഡുകളാണ് സത്യാവസ്ഥ പരിശോധിക്കാൻ ഈ നമ്പറിലേക്ക് അയക്കേണ്ടത്. നിങ്ങൾ ഹായ് എന്ന് അയച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന മെസ്സേജ് എന്താണ് IFCN, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആ ബോട്ട് അയക്കുന്നത്. ഇനി നിങ്ങൾ ഈ വാർത്ത വ്യാജമാണോ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ആദ്യം 0 എന്ന് പ്രസ് ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതായത് അതിലെ സെർച്ച് ഫോർ ഫാക്ട് ചെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതായത് 1 എന്ന് പ്രസ് ചെയ്ത് വീണ്ടും സെൻഡ് ചെയ്യുക. അപ്പോൾ അതിനൊരു റിപ്ലൈ വരുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാർത്തകളുടെ 1-2 കീവേഡ്സ് അത് കൊടുക്കുക. അപ്പോൾ ഞാൻ കൊടുക്കുന്നത് കൊറോണ വാക്സിൻ ഫൗണ്ട് ഇതാണ് കൊടുക്കുന്നത്. അത് കൊടുത്ത് സെൻഡ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2-3 മെസ്സേജസ് വന്നു. അത് ഫോൾസ് എന്നാണ് കാണിക്കുന്നത്. അതായത് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലിങ്കുകളും വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വാർത്ത വായിക്കാവുന്നതാണ്. കൂടുതൽ റിസൾട്ട്സ് വേണമെങ്കിൽ വീണ്ടും പ്ലസ് എന്ന് സെൻഡ് ചെയ്യുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി തിരിച്ച് മെയിൻ മെനു പോയിട്ട് വേറെ എന്തെങ്കിലും കുറിച്ച് സെർച്ച് ചെയ്യണമെങ്കിൽ വീണ്ടും 0 എന്ന് സെൻഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 എന്ന് സെൻഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വാർത്തയെക്കുറിച്ച് വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇന്ത്യയിലടക്കം 70 രാജ്യങ്ങളിൽ ഈ സംവിധാനം ലഭ്യമാണ്. 80-ലധികം ഫാക്ട് ചെക്കിംഗ് സംവിധാനങ്ങളിൽ നിന്നായി കോവിഡ് സംബന്ധിച്ച് 4000-ഓളം വ്യാജ വാർത്തകൾ ഈ ഡാറ്റാബേസിലുണ്ട്. ഫോൺ നമ്പർ യൂസ് ചെയ്ത് രാജ്യം തിരിച്ചറിഞ്ഞ ശേഷം അതാത് രാജ്യങ്ങൾ പ്രസിദ്ധീകരിച്ച ഫാക്ട് ചെക്കിംഗ് വിവരങ്ങളാണ് ലഭിക്കുക. ഇപ്പോൾ ഇംഗ്ലീഷിൽ മാത്രമാണ് ചെക്കിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഫാക്ട് ചെക്കിംഗ് സൈറ്റുകളെ കുറിച്ചും വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാമെന്ന ടിപ്പുകളും ഈ സംവിധാനത്തിലുണ്ട്. കണ്ടില്ലേ, ഇത്രയും സിമ്പിളാണ്. ഫോർവേഡ് മെസ്സേജ് വാർത്തകൾ ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം സത്യമാണെന്ന് മനസ്സിലായതിനു ശേഷം മാത്രം ഫോർവേഡ് ചെയ്യുക. ഇപ്പോഴത്തെ വ്യാജ വാർത്തയാണ് എല്ലാ ഇന്റർനെറ്റ് കമ്പനികളും 1 മാസം ഫ്രീ ആയിട്ട് ഇന്റർനെറ്റ് കൊടുക്കുന്നു എന്നുള്ളത്. ഒരുപാട് വ്യാജ വാർത്തകൾ ഇങ്ങനെ വരുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഈ വാട്സാപ്പിലുള്ള ഈ ഒരു സംവിധാനം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള ടെക് സംബന്ധപ്പെട്ട വീഡിയോസ്, പുതിയ പ്രൊഡക്റ്റ് അൺബോക്സിംഗ്, റിവാർഡ്സ് തരുന്ന ആപ്പുകൾ, ട്രാവൽ ആൻഡ് റിവ്യൂ വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ഗുഡ് ബൈ.